ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയൊരു ബൈക്ക് ട്രിപ്പിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിയാണ്. ഹൈവേയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹോസൂർ എത്തി. സമയം രാവിലെ ഒരു 6:15. എന്തായാലും ഫസ്റ്റ് സ്റ്റോപ്പ് മധുരയിൽ ഹോൾട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നേരത്തെ മധുരയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാം. കുറച്ചും കൂടെ ദൂരം പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ചെറിയൊരു ബൈക്ക് ട്രിപ്പിൻ്റെ ആ ഒരു കാഴ്ചകളാണ്. എന്തായാലും മുന്നോട്ട് കണ്ടുപോകും. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:30 തന്നെ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ നല്ല ഇരുട്ടായിരുന്നത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് അവിടുത്തെ ട്രാഫിക്കിലൊന്നും പെടാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈവേയിലെത്തി. അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ നമ്മൾ തമിഴ്നാട് കയറി കേട്ടോ. ആ ദൂരെ നമുക്ക് മലനിരകൾ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഈ ഒരു ഫ്ലൈ ഓവർ കയറിയപ്പോഴേ നമ്മുടെ മുന്നിലായിട്ടൊരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു മല കാണാം. പിന്നെ ഇടതുവശത്തായിട്ട് സൂര്യൻ വന്നിട്ടുണ്ടേ. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തമിഴ്നാട്ടിലെ സ്ഥിരം കാഴ്ചകളായിട്ടുള്ള കൃഷിയിടങ്ങളും പിന്നെ ഇത് അപ്പുറത്തൊരു ലേക്കും കണ്ടു തുടങ്ങി. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നിപ്പിക്കുന്ന രണ്ട് സൈഡും നല്ല മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന രീതിയിൽ കാഴ്ചകൾക്കൊരു ചെറിയ വ്യത്യാസമൊക്കെ വന്ന പോലെ. അപ്പോൾ അതുവഴി ബൈക്ക് ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ എൻ്റെ ഊഹം തെറ്റായിരുന്നില്ല എന്ന് മനസ്സിലായി. കാരണം ഇടതുവശത്തായിട്ട് തോപ്പൂർ റിസർവ് ഫോറസ്റ്റ് എന്നൊരു സൈൻ ബോർഡ് കണ്ടു. ഇത് തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്തുള്ള ഒരു റിസർവ് ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ട്രെച്ച് കഴിഞ്ഞതും നമ്മുടെ ഇടതുവശത്ത് വലിയൊരു മല നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ പറ്റി. കുറച്ച് നാളായി ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ടിട്ട്, അതിൻ്റെ ഒരു സന്തോഷമാണ്. അത് കണ്ടോ, നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത് വിൻമില്ലിൻ്റെ ഒരു ലീഫാണ്. അതിൻ്റെ ആ ഒരു നീളവും വലുപ്പമൊക്കെ കണ്ടോ, ഇത്രയും അടുത്തായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ മധുരയിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഇവിടെയാണ് ഞാൻ നിർത്തിയത് കേട്ടോ. ശ്രീഹാരം വെജ് മൾട്ടി ക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെയാണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, 8:45. അപ്പോൾ ഇവിടെ നിർത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ നിൽക്കുന്ന സ്ഥലം കണ്ടോ, തൊട്ട് പിന്നിലൊരു മലയാണ് കണ്ടോ. നല്ലൊരു ആംബിയൻസ്. തൊട്ട് പിന്നിലും മുന്നിലും മലയാണ് കണ്ടോ, ചെറിയൊരു പാറ. അപ്പോൾ നമ്മളിത് കള്ളിപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ആക്ച്വലി ഇനി മധുരയിലേക്ക് 1 മണിക്കൂറേ കാണിക്കുന്നുള്ളൂ, മധുരൈ ടൗണിലേക്ക്, സിറ്റിയിലേക്ക്. എന്തായാലും മധുരൈ സിറ്റിയിലേക്ക് കയറണമെന്നില്ല, കാരണം നമ്മൾ നേരെ തെങ്കാശി വഴി തിരുവനന്തപുരത്തേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും മധുരൈ ടൗണിൽ കയറി താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും തിരിച്ച് ഹൈവേയിലോട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. നാളെ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈവേയിൽ തന്നെ എവിടെയെങ്കിലും റൂം എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഞാൻ പിന്നെ വഴി കൂടുതൽ കാണിക്കാത്തത്, വഴി ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം ഹൈവേ തുടങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കുറേ ദൂരമായിട്ട്. വേറെ അങ്ങനെ സീനറീസിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതെ, നമ്മൾ തെങ്കാശി എത്താറായി. ഇനിയൊരു 1.25 മണിക്കൂറും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെയൊക്കെ എന്തോ കൃഷിപ്പാടങ്ങളാണ് കേട്ടോ, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാറ്റാടിപ്പാടങ്ങൾ, ഇഷ്ടംപോലെ വിൻമിൽസ് കണ്ടു തുടങ്ങി കേട്ടോ. ആ നേരെയും കാണാം, അതുപോലെ ഈ സൈഡിലൊക്കെ കാണാൻ കണ്ടു. പിന്നെ കുറേ പനകളും ഉണ്ട് അവിടെ ആ ഭാഗത്ത്. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നല്ല വിശാലമായ റോഡാണ്, അതാണ് ഞാൻ പിന്നെ റോഡ് അധികം കാണിക്കാത്തത്. പിന്നെ മിക്കയിടത്തും, അതായത് മെജോറിറ്റി നമ്മുടെ യാത്ര ഇതേപോലത്തെ റോഡുകളിലൂടെ തന്നെയാണ്. അങ്ങനെ വേറെ കാഴ്ചയ്ക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വിൻമിൽസ് കണ്ടു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് നിർത്തിയതാണ്. അതായത് ഇതിന് മുമ്പേ കണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഒരുമിച്ച് കാണുന്ന ഇപ്പോഴാണ് കേട്ടോ, ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട്. എന്തായാലും യാത്ര തുടരാം. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാനൊക്കെ നിർത്തിയിരുന്നു കേട്ടോ, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ. നല്ല വിശപ്പായിരുന്നത് കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ വലിയ വെയിലും ചൂടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് മധുരയിൽ നമ്മൾ ഹോൾട്ടൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ തെങ്കാശി എത്താറായപ്പോൾ തന്നെ പിന്നെയും നല്ല പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ വിൻമിൽസിൻ്റെ എണ്ണവും കൂടി കേട്ടോ. അങ്ങനെ തെങ്കാശിയിലേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് ദൂരം ഇങ്ങനത്തെ റോഡുകളിലൂടെയാണ് ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോയത്. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, റോഡ് ഇത്തിരി ചെറുതാണെങ്കിലും ട്രാഫിക് തീരെ കുറവായിരുന്നു. അങ്ങനെ തെങ്കാശി ടൗണിലെത്തി കേട്ടോ. ഇവിടെ ഭാഗ്യത്തിനധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എത്തിയ സമയത്തിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. അവിടെ നിന്നും കുറ്റാലം ഭാഗത്തേക്കാണ് ഞാൻ പോയത്. അവിടെയാണ് ഞാനൊരു സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്ലാനിങ് ചെറുതായിട്ട് മാറി. നമ്മൾ മധുരയിൽ സ്റ്റേ ചെയ്തില്ല, നേരെ തെങ്കാശി വന്നു. തെങ്കാശി കുറച്ചിപ്പോൾ പീസ്ഫുള്ളാണല്ലോ. ട്രിവാൻഡ്രത്തേക്ക് ഇവിടെ നിന്ന് 3.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല, വരുന്ന വഴിക്കൊന്നും വലിയ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്ര ടയേർഡായില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഓടിച്ച് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും തെങ്കാശി വരെ വന്നു നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബൈക്ക് ഓടിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം നിന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്ത് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഒരു 6:30 ആയപ്പോൾ തന്നെ ഞാൻ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഞാൻ സ്റ്റേയുടെ ഡീറ്റെയിൽസ് കൂടുതൽ കാണിക്കാത്തത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും വൃത്തിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച കണ്ടോ? ആ മലയുടെ മുകളിലൊക്കെ കോടമഞ്ഞ്. അപ്പോൾ തെങ്കാശിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണിത്. ചുറ്റും വലിയ മലനിരകളും റോഡിൻ്റെ 2 വശത്തും കൃഷിപ്പാടങ്ങളും. എന്ത് ഭംഗിയുള്ള കാഴ്ചകളല്ലേ. അപ്പോൾ ഈ ഒരു മനോഹരമായ യാത്രാ വീഡിയോ, എൻ്റെ ഈ യാത്രാ എക്സ്പീരിയൻസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ കൂടുതൽ യാത്രകൾ ഇനിയും വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. തൽക്കാലത്തേക്ക് ബൈ.